ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിന് പോകുന്ന സമയത്ത് കണ്ടൊരു രംഗമുണ്ട്. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഗുരുവിദ്യ, അതേപോലത്തെ രംഗമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഈ അർജുനൻ എന്ത് ചെയ്തു? എവരെ ഫ്രണ്ട് ഇനി എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോഴ് എവരെ ഓടിക്കാൻ പറ്റും? ഇതിങ്ങനെ നിൽക്കും. ഈ ചിന്ത വരുന്ന ഒരു ഇടമുണ്ടല്ലോ, അതിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവരെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഇടം നമ്മളിൽ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം തരലാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവും മങ്കി മൈൻഡ് എന്നുള്ള സാധനം. മങ്കി മൈൻഡ് അത് നമ്മളിൽ ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റി അറിയുമോ ഇല്ലേ എന്നുള്ളതല്ല, അത് നമ്മളിലുണ്ട്. കാര്യം മങ്കി എന്താ ചെയ്യുന്നത്? അടുത്ത നിമിഷം എന്താ ചെയ്യുന്നത് പോലെ അതിനറിയില്ല. അതിങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചാടും, ഓടും, കരണമറി, ചൊറിയും, വഴക്കുണ്ടാകും. അതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. അടങ്ങിയിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിനുണ്ടാവില്ല. ഒരു മങ്കിക്ക് മാത്രമേ അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനെ അനുമാനം എന്ന് പറയും. കാര്യം അത് ഈ മൈൻഡിനെ കൂടുതൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തുകൊണ്ട് ആ ഹനുമാൻ ആ മങ്കിയുടെ രൂപത്തിലിരിക്കുന്ന ആൾ അടങ്ങിയിരിക്കുന്ന കാണിക്കുന്ന എന്തിനാണ്? അതിനും പോസിബിൾ ആണെന്നാണ്. കാര്യം ഇത് അതിന് പോസിബിൾ ആണെങ്കിൽ എനിക്കും പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിംബോളിക് രൂപം കൊടുത്തിരിക്കുന്നത്. ഇത് പറയുമ്പോൾ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു സന്ദർഭം പറയാം. മങ്കി മൈൻഡ് എന്ന് പറയുന്നത് ഈ കുരങ്ങനെ പിടിക്കാൻ പാടാണ്. മറ്റ് മൃഗങ്ങൾ പിടിക്കും പോലെയല്ല, കുരങ്ങനെ പിടിക്കാൻ പാടാണ്. എങ്ങനെ ഇങ്ങനെ ചാടി മറിഞ്ഞ് നടക്കുന്നതാണ്. അപ്പൊ ഈ കുരങ്ങനെ പിടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല്, ഈ കുരങ്ങിന് ഭക്ഷണത്തിനോട് ഭയങ്കര പ്രിയമാണ്. ഈ കപ്പലണ്ടി അങ്ങനത്തെ കുറെ കടല പോലത്തെ കാര്യങ്ങൾ. അപ്പൊ കുരങ്ങിന് ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുരങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഈ കപ്പലണ്ടി എടുത്ത് ഇങ്ങനെ കാണിക്കും. ഈ കപ്പലണ്ടിയെ കാണുന്ന സമയത്ത് എന്താണ്, ഈ കുരങ്ങിന് ഇത് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇത് എങ്ങനെ എടുക്കാന്നുള്ള രീതിയാണ്. ഓടി വന്ന് തട്ടി കുറച്ച് എടുക്കാൻ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കപ്പലണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഒരു മരത്തിന്റെ ഒരു ചെറിയ കോണിനകത്ത് കൊണ്ട് ഇങ്ങനെ ഇടുന്നു ഈ കപ്പലണ്ടി കൊണ്ടിട്ട്. അപ്പൊ കുരങ്ങ് അടുത്തെന്ത് ചിന്തിക്കും? അതെനിക്കത് എടുക്കണം. അപ്പൊ ഓടി പോകുന്നു, ഈ കൈ ഈ പൊത്തിനകത്ത് ഇടുന്നു, അതിനകത്ത് എടുക്കുന്ന കപ്പലണ്ടി ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഈ കൈ എടുക്കാൻ നോക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഇത് പുറത്തു വരില്ല. ചെറിയ ബോളിനകത്താണ് ഇട്ടത്. അത് ബുദ്ധിപൂർവ്വം ആ വേടൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ കൈ അകത്തോട്ട് പോയി, ഓക്കെയാണ്. പക്ഷേ ഈ കപ്പലണ്ടി മുറുകെ പിടിച്ചിട്ട് തിരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ എന്ത് പറ്റി? ഇത് വരുന്നില്ല. അപ്പൊ ഈ കപ്പലണ്ടിയോട് അധികം ആഗ്രഹമുള്ള കുരങ്ങൻ എന്ത് ചെയ്യും? ഒരിക്കലും ഈ കൈ റിലീസ് ആക്കില്ല. അവനിത് വേണം. പക്ഷെ ഇത് ഇങ്ങനെ വേണമെന്ന് പിടിച്ചോണ്ടിരിക്കുന്നതോടെ എന്ത് പറ്റും? ഇവൻ സ്റ്റക്കായി പോകും. അപ്പൊ ഞാനിവിടെ സ്റ്റക്കാവുന്നു എന്നുള്ളത് അവന് ചിന്ത വരുമോ? ഇല്ല, അത് വരില്ല. കാര്യം എന്താണ്? അത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുകയാണ്. ആഗ്രഹം ഉള്ളിൽ കിടക്കും തോറും ഇതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, കൈ പുറത്തോട്ട് വരുന്നില്ല, സ്റ്റക്കാവുന്ന കാര്യം അറിയുന്നില്ല. ആ സമയത്ത് എന്ത് പറ്റും? വേണം വന്നു ഇവന് ചാക്കിട്ട് പിടിച്ചു പോവുകയും ചെയ്യും. അപ്പോഴ് ആ വേടൻ എന്ന് പറയുന്ന ഒരു മരണത്തിന്റെ ഒരു സിമ്പലാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ. തന്റെ ഫ്രീഡം എന്നേക്കുമായി പോകാൻ പോവുകയാണ്. പക്ഷേ അതിന്റെ മനസ്സ് ആഹാരത്തിനോട് കാണിച്ച അമിതമായിട്ടുള്ള ഒരു ഒരു ബന്ധം ഇത് ഉള്ളത് കാരണം എന്ത് പറ്റി? തന്റെ സ്വാതന്ത്ര്യം പോയി. ഇത് ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു അവസ്ഥ അതിന് കൊടുത്ത എന്താണ്? മൈൻഡാണ്. മങ്കി മൈൻഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതാണ്. അപ്പൊ ഈ മങ്കി മൈൻഡ് നമ്മളിലെല്ലാം ഉണ്ട്. ഈ മങ്കി മൈൻഡ് നമ്മളിൽ ഉള്ളിടത്തോളം കാലം എന്ത് വേദാന്തം കേട്ടാലും എന്ത് ആത്മാവെന്ന് പറഞ്ഞാലും അതിങ്ങനെ കേട്ട് തനിക്കകത്തിരിക്കുന്നതല്ലാതെ ഈ സൈഡിൽ ഈ മങ്കി മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, മറ്റേ സൈഡിൽ മറ്റേത് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയുണ്ട്? എങ്ങോട്ടാണ്? നമ്മുടെ മനസ്സിനെ നോക്കുക.
അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് എന്താണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് അന്വേഷണം, നിരീക്ഷണം എന്ന് പറയുന്ന ഒരു തലമുണ്ട് ആധ്യാത്മികതയിൽ. അങ്ങനത്തെ ഒരു തലമുണ്ട്. നമ്മൾ നമ്മളിലോട്ട് തന്നെ നോക്കുന്ന ഒരവസ്ഥ. അപ്പോൾ മാത്രമേ ഈ സാധനങ്ങളെല്ലാം നമുക്ക് പിടികിട്ടുള്ളൂ, ഈ മനസ്സിന്റെ പ്രവർത്തനം എന്തെന്ന് പിടികിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, ഉന്നതമായ ആശയങ്ങളെല്ലാം നമ്മൾ തനിക്കകത്തുണ്ട്, അത് അവിടെ അങ്ങനെ ഇരിക്കുകയും ചെയ്യും, എവൻ പ്രോബ്ലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പൊ അതിലേക്ക് എങ്ങനെ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പറയാൻ എളുപ്പത്തിനൊരു കഥ പറയാം. അപ്പൊ കഥ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു നാട്ടില് വളരെ നല്ല രീതിയിൽ പാട്ട് പാടാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ നല്ലൊരു ഗായകനാണ്, പക്ഷേ അദ്ദേഹം പാടാറില്ല. ഇയാൾ നല്ലൊരു പാട്ടുകാരനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഇയാൾ പാടുന്നത് ആരും കേട്ടിട്ടില്ല. അപ്പൊ ആ നാട്ടിലുള്ള രാജാവിന് ഒരു ആഗ്രഹം തോന്നി, അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പാടണോ. അപ്പൊ ചിലപ്പോൾ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം പാടാത്തത്. അപ്പൊ അതിനുള്ളൊരു അവസരം ഇദ്ദേഹത്തിന് കൊടുത്താണ്. അങ്ങനെ കുറച്ച് പണന്മാരയച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവ് വിളിക്കുന്നുണ്ട്, അങ്ങ് വന്ന് കൊട്ടാരത്തിൽ വന്ന് പാടണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് കൃത്യമായി എനിക്ക് ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ പാടും. കാര്യം ഒരു വലിയ ആളാണ്, അപ്പൊ അദ്ദേഹത്തിന് ആ ഡിമാൻഡ് ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ രാജാവിനും ആഗ്രഹമുണ്ട്, ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞു, എന്താണ് കണ്ടീഷൻ? അപ്പം പറഞ്ഞു, ഒരു നല്ലൊരു ഹാളായിരിക്കണം, ആ ഹാളിന്റെ ജനലും കഥകളും എല്ലാം അടച്ചിരിക്കണം. അപ്പം രാജാവ് ചിന്തിച്ചാ, അപ്പൊ ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ജനലും കഥ അടച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? അവിടെ വന്നിരിക്കുന്നവരെല്ലാവരും എന്റെ പാട്ട് കേൾക്കുമ്പോൾ കൈമുക്കുകയോ താളം പിടിക്കുകയോ തലയാട്ടുകയോ ചെയ്യരുത്. അപ്പൊ രാജാവ് വിചാരിച്ചു, മറ്റതൊക്കെ ചെയ്യാം, പക്ഷെ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? എന്തായാലും കുഴപ്പമില്ല, ഒരു നോട്ടീസ് ഇറക്കി, ഇന്ന ആള് പാടാൻ വേണ്ടി തീരുമാനിച്ചു, കൊട്ടാരത്തില് പാട്ടുണ്ടാവും, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോഴും ആ നാട്ടിലുള്ള എല്ലാവർക്കും ആഗ്രഹം തോന്നി, അദ്ദേഹത്തിന് പാട്ട് കേട്ടിട്ടില്ലല്ലോ, ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പോഴാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്, ഈ പാട്ട് ആസ്വദിക്കാൻ പറ്റും, തലയാട്ടലും കൈകൊട്ടലും എല്ലാം ആസ്വാദനമാണ്, ആസ്വദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാൾക്കാർ ചോദിച്ചു, അയ്യോ ഈ പാട്ട് കേട്ട് ആസ്വദിക്കേണ്ടി വരുമല്ലോ, അപ്പൊ ഈ ആസ്വദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യണം? ഈ കൈയും കാലൊക്കെ ഇങ്ങനെ അനക്കാതെ സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ശരി, തയ്യാറായിട്ട് വന്നു. അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ, ഇനി അഥവാ തല ആട്ടിയാൽ ആ തല അങ്ങ് വിട്ടില്ല. ഇനി കൈയാണ് അനക്കുന്നുണ്ടെങ്കിൽ ആ കൈ അങ്ങ് വിട്ടില്ല, ഈ കാലാണ് ആട്ടുന്നുണ്ടെങ്കിൽ കാലം വിട്ടില്ല. അപ്പൊ എന്താണ്, ഈ രണ്ട് സൈഡിലും വാളും വെച്ചുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നു. സംഗീതം സദസ്സാണ്, അവിടെയാണ് വാളും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻ കേട്ടപ്പോഴേക്കും എന്ത് പറ്റി? പലരുടെയും പാട്ട് കേൾക്കണമെന്നുള്ള ആഗ്രഹം വേണ്ട, മതിയാക്കി. അങ്ങനെ ലാസ്റ്റ് കുറച്ച് പേര് ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കുറച്ച് പേര് അവിടെ വരെയാണ്. അങ്ങനെ വന്ന് സദസ്സിലിരിക്കുന്നു. ഇദ്ദേഹം വന്ന് അങ്ങനെ ചെയ്ത് പാടാൻ വേണ്ടി തുടങ്ങി. വാളൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡ് പാടി. അപ്പൊ പാടി തുടങ്ങി, ഇതിങ്ങനെ നല്ല രീതിയിൽ പാട്ടിങ്ങനെ വരെയായിട്ട്. അപ്പൊ ഇരിക്കുന്ന ആൾക്കാർക്ക് കാലനക്കണമെന്ന് തോന്നുന്നുണ്ട്, കൈയനക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തിനാ ഒരു കൈ കൊണ്ട് മറ്റേ കൈ പിടിച്ചിരുന്നുണ്ട്, ഒരു കാലം കൊണ്ട് അടുത്ത കാലം ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ തല ഇങ്ങനെ ആട്ടാതിരിക്കണമല്ലോ, ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. പാട്ട് കേൾക്കാൻ വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി നിരീക്ഷിക്കാൻ ആൾക്കാരുണ്ട് അവിടെ, ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാം. പക്ഷെ ഒരാള് ഇങ്ങനെ അയാളെ കൂടെ ഇങ്ങനെ ഇരുന്ന് അയാളെ തലയാട്ടുന്നത് പോലെ ഇയാളിന്ന് തലയാട്ടിട്ടിരുന്നതാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാവരും പാട്ടല്ല ശ്രദ്ധിക്കുന്നത്, ഇയാളെ ശ്രദ്ധിക്കുന്നത്. കാര്യം ഇത് ഏത് നിമിഷമാണ് ഇയാളെ തല വെട്ടുന്നത് ലൈവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല തല വെട്ടുന്നത്. അപ്പൊ അതൊന്ന് കാണാനുള്ളൊരു സാധ്യത ആലോചിച്ചിട്ട് ഈ പാട്ട് തീരുന്നവരെ ഇയാൾ ഇങ്ങനെ കൈകാലൊക്കെ ചാട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് കൊല്ലുന്നില്ലല്ലോ, അപ്പൊ വെറുതെ പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ പാട്ടാനുള്ള ഒരു അവസരം നഷ്ടമായി പോയല്ലോ എന്ന് ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടില്ല. അപ്പൊ പാട്ട് അങ്ങനെ തീർന്നു. അപ്പോൾ നിശബ്ദമായിട്ടിരിക്കുന്നില്ല, ഇനി അടുത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയില്ല. അപ്പോഴാണ് ഈ ഗായകൻ പറയും, ആ തലയാട്ടിയാളിനെ വേദിയിലോട്ട് വിളിക്കാൻ പറയും. അപ്പോഴെല്ലാവരും പ്രതീക്ഷയോടിരിക്കുന്ന ഇനി നമ്മൾ ലൈവായിട്ട് കാണാൻ പോവുകയും മറ്റേ ആണിനടിയിൽ വെച്ച് തലയിട്ടപ്പോഴാണല്ലോ കാണാൻ പറ്റാത്തത്. ഇതാകുമ്പം മുകളിൽ വെച്ചിട്ടാണ് തലയിട്ട്. അങ്ങനെയാണ്. അപ്പൊ ഇദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ഹഗ് ചെയ്യും. ഹഗ് ചെയ്തപ്പോ ഇതെന്താണ് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ കണ്ടീഷൻസ് അല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത്, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഈ പാടിയാൾ പറഞ്ഞു, യഥാർത്ഥത്തില് ഇത്രയും പേര് കൂടിയിരുന്നതില് ഈ പാട്ട് ആസ്വദിച്ചത് ഇയാൾ മാത്രം. ബാക്കിയുള്ളവർ എന്താണ്, എന്റെ ജീവൻ ഇപ്പം പോകുമോ എന്നുള്ള രീതിയിലാണ് ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ആസ്വാദനമൊന്നും വന്നില്ല. മറ്റേ ആളെന്ന് വെച്ചിട്ട് തനിക്ക് എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം 100% ഈ നിയമങ്ങൾ മറന്നു, കണ്ടീഷൻസ് ഇതെല്ലാം മറന്നു. അദ്ദേഹം പാട്ടിൽ മാത്രമായിട്ടിരുന്നു, പാട്ടായിട്ട് തന്നെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം ആ സ്വാഭാവികമായ ചലനം അതിൻ്റെ ഉണ്ടായത്. പറഞ്ഞു ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പാട്ട് ആസ്വദിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും അവരുടെ ആ മണ്ടത്തരം ശരിക്കും മനസ്സിലായത്. അപ്പൊ ഈ ആധ്യാത്മികത ഇതുപോലെയാണ്, കുറെ കണ്ടീഷൻസുകളും നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഈ പറയുന്ന മൈൻഡിൽ വെച്ചുകൊണ്ട് ഈ കണ്ടീഷൻസ് എല്ലാം ബാധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ലയനം ഉണ്ടാവുന്നില്ല, അത് സംഭവിക്കുന്നില്ല. അപ്പം ഒരു ഒഴുക്കാണ് ആധ്യാത്മികത എന്ന് വെച്ചാൽ, ഒരു ഒഴുക്കാണ്. ആ എവിടെ നിന്നാണ് വന്ന് അതിലോട്ട് തിരിച്ചു പോകാനുള്ള ഒരു നിരന്തര ഒഴുക്കാണ്. ആ ഒഴുക്കിന്റെ ഭാഗം വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മങ്ങി മൈൻഡ് ഇല്ലാതാവും. അതിന് ശരിക്കും നിരീക്ഷിക്കണം, ശരിക്കും അതിന്റെ ചലനത്തെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ആ ഒഴുക്കിന്റെ ഭാഗമായിട്ട് എന്തായാലും